പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല മുംബൈയിൽ അറസ്റ്റിൽ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചതിനാണ് രമേശ് ചെന്നിത്തലയെ അറസ്റ്റ് ചെയ്തത്. മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് പ്രസിഡന്റ് അടക്കമുള്ള ഉന്നത സംസ്ഥാന നേതാക്കളും അറസ്റ്റിലായെന്നാണ് റിപ്പോർട്ട്. നടനെതിരെ നൽകിയ പരാതി പുറത്തുവന്നതിൽ വിമർശനവുമായി നടി വിൻസി അലോഷ്യസ്. പരാതിയിലെ വിവരങ്ങൾ പുറത്തു വന്നെന്നും ആരെയൊക്കെയാണ് വിശ്വസിക്കേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിലാണെന്നും വിൻസി മാധ്യമങ്ങളോട് പറഞ്ഞു. പരാതി പിൻവലിക്കുന്ന കാര്യം ആലോചിക്കുന്നുണ്ടെന്നും പരാതി പുറത്തുവിട്ടത് സിനിമാ സംഘടനകളോടുള്ള വിശ്വാസ്യത കളഞ്ഞെന്നും നടി കൂട്ടിച്ചേർത്തു. വഖഫ് സ്വത്തുക്കളിൽ തൽസ്ഥിതി തുടരണമെന്ന ഇടക്കാല ഉത്തരവുമായി സുപ്രീം കോടതി കേന്ദ്രത്തിന് മറുപടി നൽകാൻ ഒരാഴ്ച സമയം അനുവദിച്ചു. വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട 5 ഹർജികളിൽ വിശദമായി വാദം കേൾക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കണ്ണൂർ എ.ഡി.എം നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം തള്ളി സുപ്രീം കോടതി. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത്. എല്ലാ കേസുകളിലും CBI അന്വേഷണം നടത്താനാവില്ലെന്നും വിശദമായ വാദം കേട്ടതിനു ശേഷമാണ് ഹൈക്കോടതി തീരുമാനമെടുത്തതെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കും. ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തുറമുഖം അധികൃതർക്ക് ലഭിച്ചു. ഡിസംബറിൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങിയ തുറമുഖത്ത് റെക്കോർഡ് ചരക്ക് നീക്കം നടക്കുന്നതിനിടെയാണ് കമ്മീഷനിംഗ്. കൊലവിളി പ്രസംഗത്തിൽ BJP പ്രവർത്തകർക്കെതിരെ കേസെടുത്ത പോലീസ്. കോൺഗ്രസ് MLA രാഹുൽ മാങ്കുടത്തിനെതിരായ കൊലവിളി പ്രസംഗത്തിലാണ് BJP നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തത്. BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ എന്നിവർക്കെതിരെയാണ് കേസ്. വീഡിയോ തെളിവുകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് നടപടി. KSRTC പാക്കേജിൽ ഗവിക്ക് യാത്ര പോയ സംഘം വനത്തിൽ കുടുങ്ങി. ബസ് കേടായതിനെ തുടർന്നാണ് 38 അംഗ സംഘം വനമേഖലയിൽ കുടുങ്ങിയത്. ബസ് കേടായ വിവരം രാവിലെ 11 മണിക്ക് അറിയിച്ചിട്ടും പകരം ബസ് ഇതുവരെ എത്തിയിട്ടില്ലെന്ന് യാത്രക്കാർ കുറ്റപ്പെടുത്തുന്നു. ചടയമംഗലത്ത് നിന്ന് യാത്ര പോയവരാണ് മൂഴിയാറിൽ വനത്തിൽ കുടുങ്ങിയത്. ഗാസയിൽ ആക്രമണം ഘടിപ്പിച്ച് ഇസ്രായേൽ. ഗാസയിലുടനീളം നടത്തിയ ആക്രമണത്തിൽ നിന്ന് ഇതുവരെ 35-ലധികം പേരാണ് കൊല്ലപ്പെട്ടതെന്ന് റിപ്പോർട്ടുകൾ. പലസ്തീനിയൻ മാധ്യമ പ്രവർത്തകയും അവരുടെ കുടുംബത്തിലെ 10 അംഗങ്ങളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. തെക്കൻ ഖാൻ യൂണീസിലെ അഭയാർത്ഥി ക്യാമ്പ് അടക്കമുള്ളിടത്താണ് ആക്രമണം. രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുമായി ഉത്തര കൊറിയ. നോംബോ കപ്പൽ നിർമ്മാണ കേന്ദ്രത്തിൽ നിർമ്മിക്കുന്ന നൂതനമായ കപ്പലിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിലവിലെ കിം ജോങ് ഉന്നിന്റെ സൈനിക ശേഖരത്തിലുള്ള കപ്പലുകളേക്കാൾ ഇരട്ടി വലിപ്പമുള്ള യുദ്ധക്കപ്പലാണ് ഒരുങ്ങുന്നതെന്നാണ് US തിങ്ക് ടാങ്ക് റിപ്പോർട്ട് ചെയ്യുന്നത്.